SIR ഫോം ശേഖരണം മന്ദഗതിയിൽ. ആശങ്കയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തെ 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നടക്കുന്ന വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണ നടപടികൾ SIR ഫോം ശേഖരണം മന്ദഗതി ആയതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആശങ്കയിൽ. ഗ്രാമപ്രദേശങ്ങളെ അപേക്ഷിച്ച് നഗരങ്ങളിൽ വിവരശേഖരണ ഫോമുകൾ തിരിച്ചു കിട്ടുന്നതിൽ വലിയ കുറവുണ്ടായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ലക്നൗ, കാൺപൂർ, നോയിഡ തുടങ്ങിയ നഗരങ്ങളിലാണ് ഫോം ശേഖരണം ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ സ്ഥാനാർത്ഥികളാകാൻ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ രംഗത്ത്. മുൻ KPCC പ്രസിഡന്റായിരുന്ന K. സുധാകരന് പിന്നാലെ മറ്റൊരു മുൻ KPCC പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനും സ്ഥാനാർത്ഥി മോഹവുമായി സജീവമാകുന്നു. പൊതുരംഗത്തു നിന്നും ഒഴിഞ്ഞ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരുന്ന മുല്ലപ്പള്ളിയാണ് മത്സരിക്കാനുള്ള ആഗ്രഹവുമായി എത്തിയിട്ടുള്ളത്. ഇത് കോൺഗ്രസിൽ വലിയ ചർച്ചയ്ക്കും പൊട്ടിത്തെറിക്കും ഇടയാക്കിയിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സർക്കാർ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. സമദൂര നിലപാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും NSS തുടരും. ശബരിമലയിൽ സർക്കാരിന് നൽകിയ പിന്തുണ സമദൂരത്തിലെ ശരിദൂരമാണ്. NSSന് ഒരു രാഷ്ട്രീയത്തോടും വെറുപ്പില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മദ്യപാനികൾ ട്രെയിനിൽ കയറുന്നതിനാൽ സംസ്ഥാനത്ത് റെയിൽവേ സ്റ്റേഷന്റെ സമീപത്തുള്ള ബൗക്കോ ഔട്ട്ലെറ്റുകൾ മാറ്റണമെന്ന റെയിൽവേയുടെ ആവശ്യം തള്ളി. സംസ്ഥാനത്ത് 17 ഔട്ട്ലെറ്റുകളാണ് ഇത്തരത്തിൽ ഉള്ളത്. കോട്ടയത്ത് നിന്ന് 6 ഔട്ട്ലെറ്റുകൾ മാറ്റേണ്ടി വരും. വർക്കലയിൽ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത് അടക്കമുള്ള സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി റെയിൽവേ ബൗക്കോയ്ക്ക് കത്തയക്കുകയായിരുന്നു. തന്നോട് ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകനെ തീവ്രവാദിയെന്ന് വിളിച്ച് അധിക്ഷേപിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കഴിഞ്ഞ ദിവസം ശിവഗിരിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെ തന്നോട് ചോദ്യം ഉന്നയിച്ച മാധ്യമപ്രവർത്തകൻ റഹീസ് റഷീദിനെതിരെയാണ് ഇന്ന് വെള്ളാപ്പള്ളി അധിക്ഷേപ പരാമർശവുമായി രംഗത്തെത്തിയത്. ഈ മാധ്യമപ്രവർത്തകൻ തീവ്രവാദിയാണെന്നും ഈരാറ്റുപേട്ടക്കാരനാണെന്നും ഇയാൾ മുസ്ലിങ്ങളുടെ വലിയ വക്താവാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അണ്ടർ 15 വനിതാ ഏകദിന ടൂർണമെന്റിൽ കേരളത്തിന് വിജയം. മുംബൈയെ 8 വിക്കറ്റിനാണ് കേരളം തോൽപ്പിച്ചത്. 35 ഓവർ വീതമുള്ള മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ 119 റൺസിന് ഓൾ ഔട്ടായി. രണ്ടാമതിറങ്ങിയ കേരളം 27.4 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. മദ്യലഹരിയിൽ സീരിയൽ താരം സിദ്ധാർത്ഥ് പ്രഭു ഓടിച്ച വാഹനം ഇടിച്ച വയോധികൻ മരിച്ച കേസിൽ കൂടുതൽ വകുപ്പുകൾ പോലീസ് ചുമത്തും. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം അടക്കമുള്ള വകുപ്പുകളാണ് സിദ്ധാർത്ഥിനെതിരെ ചുമത്തുക. കോട്ടയം കോളേജിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ അപകടത്തിൽ പരിക്കേറ്റ തമിഴ്നാട് സ്വദേശി തങ്കരാജ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മരിച്ചിരുന്നു. മലപ്പുറം പൂക്കാട്ടൂർ മൈലാടിയിൽ ചെരുപ്പ് കമ്പനിയിൽ വൻ തീപിടുത്തം. വിവിധ യൂണിറ്റുകളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ RSSനും BJPക്കുമെതിരെ ആഞ്ഞടിച്ച് ഓർത്തഡോക്സ് സഭ കാത്തോലിക്ക ബാവ. ക്രൈസ്തവരെയും മതന്യൂനപക്ഷങ്ങളെയും ആക്രമിക്കപ്പെടുന്ന വാർത്ത ആശങ്ക സൃഷ്ടിക്കുന്നുവെന്ന് ബസേലിയസ് മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ പറഞ്ഞു. പിന്നിൽ RSSന്റെ പോഷക സംഘടനകളായ ബജ്റംഗ് ദൾ, വിശ്വ ഹിന്ദു പരിഷത്തുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനിൽ വിലക്കയറ്റ വിരുദ്ധ പ്രക്ഷോഭം ആളിക്കത്തുമ്പോൾ രാജ്യത്തെ ഭരണകൂടത്തിന് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ അക്രമമോ വെടിവയ്പോ ഉണ്ടായാൽ US അവരുടെ രക്ഷയ്ക്കെത്തുമെന്നും ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലൂടെ ട്രംപ് ഇറാൻ ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകി. ജനേകം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.